അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ തിങ്കളാഴ്ചയിലെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പർച്ചേസിങ് ഉണ്ടാവും. അതായത് നമ്മൾ ഒരു സാറ്റർഡേ വണ്ടികൾ ഡെലിവറിയും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച മിക്കതും ചില സമയങ്ങളിൽ നമ്മൾ ഞായറാഴ്ച പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. പക്ഷേ ഇതിപ്പോൾ തിങ്കളാഴ്ച പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ തിങ്കളാഴ്ച ഇന്ന് പർച്ചേസിങ്ങിനാണ് ഫസ്റ്റ് മോർണിംഗിൽ തന്നെ പോയത്. അപ്പോൾ സാധനങ്ങളെല്ലാം വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്, തിരിച്ചു പോയിട്ടിരിക്കുക. മെയിനായിട്ട് വാങ്ങിയ സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എത്തിയോസിൻ്റെ ബമ്പർ പ്ലാറ്റിനം കിറ്റ് കൺവേർഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിയിട്ടുണ്ട്. വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ക്രിസ്റ്റ ടൈപ്പ് 2 ഫേസ് ലിഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഗാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരു അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ എന്നുള്ള ഒരു കളർ. അപ്പോൾ അത് നമ്മൾക്ക് അതിൻ്റെ ബമ്പറും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബമ്പറും ഗ്രില്ലും സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഒരു വണ്ടിക്ക് ബോണസ് സെറ്റ് എടുക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും എർട്ടിഗയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ എല്ലാ 2 സീറ്റ് അങ്ങോട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ സാധനങ്ങൾ കയറ്റി പോവാം. ബാക്ക് ഫുള്ളും സാധനങ്ങൾ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ ബാക്കിൽ കയറ്റിയിട്ടുണ്ട്. ഫുൾ ടൈറ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഗാരേജ് തുടങ്ങിയിട്ട് നമ്മുടെ ഈ മാർച്ച് മാസം ഇപ്പോൾ ഫെബ്രുവരി ആണ്, നെക്സ്റ്റ് മാസത്തേക്ക് 10 വർഷം തികയാണ് കേട്ടോ. നമ്മളെ ഗാരേജ് 10 വർഷം തികയാണ്. അതൊരു വലിയ സന്തോഷം തന്നെയാണ്. ഞാൻ ഫേസ്ബുക്കിൽ നമ്മൾ മുന്നിട്ടിട്ടുള്ള ഫോട്ടോ കഴിയുമ്പോൾ ഇത്ര വർഷം മുമ്പ് ഫോട്ടോ ഇട്ടു എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ അന്ന് ഇട്ട ഫോട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗാരേജ് ഇനോഗ്രേറ്റ് ചെയ്യണം. അതായത് അതിൻ്റെ ഫംഗ്ഷൻ, അതായത് ഞാൻ ചെറുതാണ്. അപ്പോൾ 23ാമത്തെ വയസ്സിലെങ്ങാണ്ടെന്ന് തോന്നുന്നുണ്ട് ഗാരേജ് സ്റ്റാർട്ട് ചെയ്തത്. ഒരു മെക്കാനിക്കൽ ഗാരേജായിട്ട് തുടങ്ങിയത്. അപ്പോൾ സ്ക്രോൾ ചെയ്ത് വന്നപ്പോൾ മാർച്ച് മാസത്തേക്ക് 10 വർഷം തികയാണ് കാർജേജ് ആനിവേഴ്സറി വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇനിയും സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ക്രിസ്റ്റ ഈ ഒരു മോഡലാണ് നമ്മൾക്ക് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഒരു മോഡലിനെ നമ്മൾ ടൈപ്പ് 2 മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ പാർട്സും സാധനങ്ങളെല്ലാം എത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എല്ലാ സാധനങ്ങളും എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഇവിടെ സെറ്റിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. താഴ്വശത്ത് ഒരു സ്റ്റിക്കർ ഒട്ടിക്കും, മറ്റേ റെഡ് കളറിലുള്ള സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടായി. അത് ഒളിച്ചപ്പോൾ അതിൻ്റെ ഇന്നറിൽ ഉണ്ട് ചെറിയൊരു ഡെൻഡ് വടി ഉണ്ട്. ഈ ഒരു ഭാഗം നമ്മൾ ടച്ചപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചില ബമ്പർ നമ്മൾ ഈ ഒരു ക്വാളിറ്റി അവരുടെ നല്ലൊരു ക്വാളിറ്റിയുള്ള ബമ്പറാണ് കേട്ടോ. അതിൻ്റെ ഗ്രില്ലും സാധനങ്ങളെല്ലാം ഓട്ടോമാക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സാധനങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ നമുക്ക് അവൻ്റെ ഗ്രാൻഡ് ബ്രൗൺ പെയിൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പരിപാടിക്കൊക്കെ പോവാണ്. പിറ്റേ ദിവസമാണ് ഗാരേജിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഗാരേജിൽ നമ്മുടെ ക്രിസ്റ്റ ഫേസ് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബമ്പറും കാര്യങ്ങളെല്ലാം പെയിൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് അതിൻ്റെ കിറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് അതിൽ ഗ്രില്ലുണ്ടാവും, അണ്ടർ ഗ്രില്ലുണ്ടാവും, ഫോഗ് ലാമ്പിൻ്റെ കവർ ഉണ്ടാവും, പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഈ ഒരു കിറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ബാക്കിൽ ഇവിടെ ഒരു ഡെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡെൻറ്റിങ് എല്ലാം ക്ലിയർ ചെയ്തു. ഇപ്പോൾ അതിൻ്റെ ബോഡി ഫ്ലെയർ ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ടച്ചപ്പ് ചെയ്യാം, അവിടെ മാത്രം ടച്ചപ്പ് ചെയ്യണം കേട്ടോ. വേറെ എവിടെയും ടച്ചപ്പ് ഒന്നും ഇല്ലാത്ത നീറ്റായിട്ടുള്ള ഒരു ക്രിസ്റ്റയും കൂടിയാണിത്. KL01 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു വണ്ടി, ഈ വണ്ടിയുടെ ബോണസ് സെറ്റിങ് കാര്യങ്ങളൊക്കെ സെറ്റായി നിൽക്കുന്നുണ്ട്. ഈ ഒരു വണ്ടി വന്നിട്ട് നമ്മൾ ഗാരേജിലേക്ക് എത്തിയിട്ട് കുറച്ച് നാളായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്ത് വണ്ടി ബൂത്തിലേക്ക് അടുത്തത് കയറാനുള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ബൂത്തിൽ കയറിയ വണ്ടികൾക്ക് വണ്ടിയുടെ ഫൈനൽ ക്ലീനിങ് കാര്യങ്ങളും പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അണ്ടർ കോട്ടും കാര്യങ്ങളൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് റിമൂവ് ചെയ്തത്. അപ്പോൾ അതിൻ്റെയും ക്ലീനിങ് കാര്യങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചൈന ബ്ലൂ എന്ന് അടിച്ച കളറ് നമ്മളൊരു സെറ്റിങ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സെറ്റിങ് ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ഫിറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർമൽ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് അതിന് വരുന്നത്. പിന്നെ ഇതിൻ്റെ പോളിഷിങ് ചെയ്യാനായിട്ടുള്ള ഫിറ്റിങ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2000 ml യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്തിരിക്കുകയാണ്. വാട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ക്ലിയർ കോട്ട് വന്നിരിക്കുന്ന ഒഴുക്ക്, അതായത് ഒരു വെള്ളമാരിയായിരിക്കുള്ള ക്ലിയർ കോട്ട്. അപ്പോൾ അത് വന്ന് വീഴുന്ന സമയത്ത് ചെറിയ ഇങ്ങനെ ഒരു തിരുമാലമാരി ഉണ്ടാവും. ആ തിരുമാലയാണ് ഇപ്പോൾ ലെവൽ ചെയ്ത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള മാറ്റ് ഫിനിഷിങ്ങിലേക്ക് മാറും. ഈ മാറ്റ് ഫിനിഷിങ്ങിലേക്ക് മാറി പിന്നെ ബഫ് ചെയ്തിട്ടുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു മിറർ ഫിനിഷിങ്ങിലേക്ക് ഈ ഒരു ബോഡി എത്തുക. അപ്പോൾ അതിനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ സെറ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നറിൽ റൂഫ് കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൂഫ് നമ്മൾക്ക് ചേഞ്ച് ചെയ്യണം. അത് റൂഫ് ഓൾറെഡി ഇവിടെ ഷോറൂം എടുത്താണ്. നമ്മൾ നിപ്പോൺ ടൊയോട്ട എന്ന് പറഞ്ഞ ഷോറൂം എടുത്തായതുകൊണ്ട് തന്നെ കസ്റ്റമർ അതിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാധനം കയറിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള സെറ്റിങ് ഇന്നറിൽ തീരും. സീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഫ്രണ്ടും ബാക്കും സെറ്റിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ അപ്ലൈ ചെയ്യുന്ന പ്രൈമറാണ് 2K പ്രൈമർ. ഹാർഡനർ വരുന്ന പ്രൈമറാണ്. കട്ടി കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ചെറിയ കണ്ണോട്ടുകളും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർ ആവുകയും ചെയ്യും കേട്ടോ. അവിടെ ചെറിയ ടച്ചപ്പ് ഉണ്ടായിരുന്നു. അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി അത് അടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് കട്ടിയിൽ അപ്ലൈ ആയിട്ടുണ്ട്. തിക്നെസ് ഉള്ള രീതിയിൽ അപ്ലൈ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റ് ഒരു 600 പേപ്പർ യൂസ് ചെയ്ത്
സാൻഡ് ചെയ്ത് ക്ലിയർ ചെയ്തെടുക്കും. അതിനുശേഷം ഡയറക്റ്റ് പെയിൻറ്റ് ആപ്ലിക്കേഷൻ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്റ്റയുടെ അവിടെ സെറ്റിങ് കാര്യങ്ങളും കഴിഞ്ഞു. അതിൻ്റെ പോളിഷിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെഡി ആയി നിൽക്കുന്ന വണ്ടി. അതേപോലെ തന്നെ ബാക്കിലെ ഡിക്കിയുമ്പോൾ ചെറിയ ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ആ പണികളും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ബൂത്തിൽ ഒരു വണ്ടി ഇന്നലെ കയറിയിരുന്നു. അപ്പോൾ ഇതടിക്കാൻ പോണ കളർ സിൽക്കി ഗോൾഡാണ്. അപ്പോൾ അതടിക്കാൻ വേണ്ടിയിട്ട് ബൂത്തിലെ വണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുള്ളായിട്ട് സിൽക്കി ഗോൾഡ് അടിക്കണം കേട്ടോ. വണ്ടി ഓൾറെഡി ഒരു ഗ്രീൻ ഷെയ്ഡുള്ള ഒരു സിൽവർ കളറായിരുന്നു, മാറ്റി സിൽക്കി ഗോൾഡ് അടിക്കാൻ പോകണം. പിന്നെ നമ്മുടെ ഗാരേജിക്ക് ഒരു സിൽവർ കളർ വണ്ടി വന്നിട്ടുണ്ട്, 2011 മോഡൽ. നീറ്റ് വണ്ടിയാണ്, പക്ക നീറ്റ് വണ്ടിയാണ്. അപ്പോൾ ഇങ്ങനത്തെ വണ്ടികൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കസ്റ്റമർ പറഞ്ഞു, കസ്റ്റമർ ഇപ്പോൾ പർച്ചേസ് ചെയ്ത വണ്ടി എന്ന് പറഞ്ഞു. പക്ഷേ വണ്ടി എവിടെയും ഒരു സ്ക്രാച്ചസോ പിന്നെ പെയിൻ്റ് അടിച്ച് ബമ്പറിന് ചെറിയ ടച്ചപ്പൊക്കെ എന്നല്ലാണ്ട് മേജറായിട്ട് ടച്ചപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്ത നീറ്റായിട്ടുള്ളൊരു വണ്ടി. അപ്പോൾ നല്ലൊരു വണ്ടിയാണ്. ഇൻറ്റീരിയർ നോക്കണമെങ്കിലും ഔട്ടർ ബോഡി നോക്കണമെങ്കിലും തുരുമ്പിൻ്റെ ഇഷ്യൂസോ ബോഡിയുടെ ഓവറായിട്ടുള്ള ഡെൻറ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത നല്ലൊരു വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ഇവിടെ ടൈപ്പ് 4 കൺവേർഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പ്രൊജക്ട് ഹെഡ് LED എന്നുള്ള രീതിയിലുള്ള കൺവേർഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വന്ന വണ്ടിയാണ് കേട്ടോ. ഓക്കെ, നീറ്റ് വണ്ടി പറഞ്ഞ് വന്നിട്ടുണ്ട്, ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. കസ്റ്റമർ ഇപ്പോൾ പർച്ചേസ് ചെയ്ത വണ്ടിയാണ്, ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്ത വണ്ടിയും കൂടിയാണെന്ന് പറഞ്ഞു. കസ്റ്റമർ വിളിച്ചിരുന്നു തന്നെ. ആൾ ഗൾഫിലാണ്. അപ്പോൾ ആളുടെ ഫ്രണ്ട് വഴി വണ്ടി ഇവിടെ കൊണ്ടിട്ട് ഇത് തന്നെ നമ്മുടെ നടവരമ്പത്തുള്ള വീടാണ്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ബില്ലിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമുക്ക് എല്ലാ മാസവും ലാസ്റ്റ് GST ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. പാർട്സൊക്കെ എന്തെങ്കിലും താല്പര്യമായിട്ടുണ്ടെങ്കിൽ നോവ ടൈപ്പ് 4 കണ്ടീഷൻ്റെ പാർട്സ്, എത്തിയോസിൻ്റെ പാർട്സ്, നമ്മുടെ ക്രിസ്റ്റ ഫേസ് ലിഫ്റ്റിൻ്റെ പാർട്സ്, ഫോർച്യൂണർ ഫേസ് ലിഫ്റ്റിൻ്റെ പാർട്സ്. അപ്പോൾ ഇതൊക്കെ താല്പര്യമായിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യട്ടോ. നമ്മുടെ കയ്യിൽ പാർട്സൊക്കെ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നിപ്പോൾ ചെറിയ ഗാരേജിലെ കാര്യങ്ങളൊക്കെ ചെറിയൊരു വ്ളോഗായിട്ട് കാണിച്ചോളൂ. അപ്പോൾ ഇനിയിപ്പോൾ നാളെ നമുക്ക് ക്രിസ്റ്റ ഫൈനൽ ചെയ്യണ വീഡിയോസും കാര്യങ്ങളെല്ലാം കാണാം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും